നമസ്കാരം. പാലക്കാട് MLA യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ചെന്ന് വീണപ്പോൾ വാസ്തവത്തിൽ കേരളത്തിൽ ഒരു നേതാവിനെ നമുക്ക് പുതുതായി ലഭിച്ചു. ശ്രീനാദേവി കുഞ്ഞമ്മ എന്നു പേരുള്ള അടൂർ സ്വദേശിനിയായ ഒരു വനിതാ നേതാവിനെ. ഈ വിവാദമുണ്ടാകുമ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ CPIയുടെ നേതാവും ഇടതുപക്ഷത്തിൻ്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നന്വേഷിച്ച് റിപ്പോർട്ടർ ചാനലിൽ നിന്നും ഫോൺ പോയപ്പോഴാണ് ആ വിവാദം ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇങ്ങനെ രാഹുൽ പീഡിപ്പിച്ചവരെ തേടി നടക്കുന്ന പോലീസിൻ്റെ കൊള്ളരുതായ്മയുടെ ഉദാഹരണമായി രക്തസാക്ഷിയായി ശ്രീനാദേവി രംഗത്ത് വരുന്നു. ഇതോടുകൂടി ശ്രീനാദേവിയുടെ മുമ്പിൽ CPI എന്ന രാഷ്ട്രീയ പാർട്ടി വാതിൽ കൊട്ടിയടച്ചു. CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയനുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് വാസ്തവത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ പാർട്ടിക്ക് പുറത്തേക്ക് നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എടുത്ത ദൃഢമായ അവരുടെ നിലപാട് വലിയ തോതിൽ അവർക്ക് സാമൂഹിക പ്രസക്തി നേടിക്കൊടുത്തു. അങ്ങനെ അവർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അതേ വാർഡിൽ തന്നെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച് ഇടതുമുന്നണിയെ നാണം കെടുത്തി ഇപ്പോഴും ജനപ്രതിനിധിയായി തുടരുന്നു. ഈ വിവാദം അതുവരെ ആരും അറിയാതിരുന്ന ശ്രീനാദേവിയെ സംസ്ഥാന വ്യാപകമായി പെരുമയും പേരുമുള്ള ഒരു നേതാവാക്കി മാറ്റി. ഇതോടുകൂടി CPIയും CPMും അടങ്ങുന്ന ഇടതുപക്ഷം ശ്രീനാദേവിയെ വെട്ടിയൊതുക്കാൻ രംഗത്തെത്തി. അതിൻ്റെ ഭാഗമായി സ്വതസിദ്ധമായ ഇടതുമുന്നണിയുടെ കുത്തിത്തിരിപ്പ് വർക്കൗട്ടാവുകയും ശ്രീനാദേവിയെ അയോഗ്യയാക്കാൻ വേണ്ടി ഒരു നീക്കം നടത്തുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള നിയമമനുസരിച്ച് ഒരാൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗമാവണമെങ്കിൽ ആ ജില്ലയിൽ എവിടെയെങ്കിലും താമസിച്ചിരിക്കണം എന്ന നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായിരിക്കുന്ന അടൂരിലാണ് ശ്രീനാദേവിയുടെ താമസം. എന്നാൽ ശ്രീനാദേവി കൊല്ലം ജില്ലക്കാരിയാണെന്നും വ്യാജമായി തൻ്റെ പേര് റേഷൻ കാർഡിൽ ഒരു വീട്ടിൽ ചേർത്ത് പത്തനംതിട്ടക്കാരിയായി മാറി നാട്ടുകാരെ പറ്റിച്ച് മത്സരിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് CPI രംഗത്ത് വരുന്നു. ഈ പരാതി കൊടുത്തത് ശ്രീനാദേവിയുടെ താമസത്തിലെ അഡ്രസ്സിലുള്ള ഉടമസ്ഥർ തന്നെയാണ്. ഇത് വലിയ വിവാദമാകുന്നു. ശ്രീനാദേവി വ്യാജ റേഷൻ കാർഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പരാതി പോകുന്നു. ശ്രീനാദേവിയുടെ റേഷൻ കാർഡ് ജില്ലാ സപ്ലൈ ഓഫീസർ റദ്ദു ചെയ്യുന്നു. ഇതോടുകൂടി ഷഹനാസിനെ പോലുള്ള അറിയപ്പെടുന്ന ശ്രീനാദേവി വിരുദ്ധരെല്ലാം സോഷ്യൽ മീഡിയയിൽ ആനന്ദ നൃത്തമാടുന്നു. ശ്രീനാദേവിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് അവർ ബഹളം വയ്ക്കുന്നു. ശ്രീനാദേവിയാണ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരി എന്ന തരത്തിൽ പ്രചരണവും ആരംഭിക്കുന്നു ഇടത് കേന്ദ്രങ്ങൾ. വാസ്തവത്തിൽ ഇവരുടെയൊക്കെ പ്രതീക്ഷ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയായി. നിയമവിരുദ്ധമായി ശ്രീനാദേവിയെ അയോഗ്യയാക്കിയ റേഷൻ ഓഫീസർക്ക് പണി കിട്ടുന്ന അവസ്ഥയാണ്. ശ്രീനാദേവി വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങളുടെ പ്രതിനിധി G വിശാഖൻ പറയുന്നത് കേൾക്കുക. CPIക്കാരാണ് ഇപ്പോൾ ഇവർക്കെതിരെ ഈ വിഷയം പൊക്കിക്കൊണ്ടിരുന്നത്. ഇവർ റേഷൻ കാർഡ് അനധികൃതമായിട്ടുണ്ടാക്കി വ്യാജരേഖ അമിച്ചുണ്ടാക്കി റേഷൻ കാർഡ് ഉണ്ടാക്കിയ വീട്, അതായത് യശോദ എന്ന് പറഞ്ഞ ഏറത്ത് പഞ്ചായത്തിലെ 17ാം വാർഡിലെ ഉള്ളയാളാണ് യശോദ S പിള്ള. അവരുടെ ഭർത്താവ് KK സോമനാഥൻ പിള്ള. ഇവർക്ക് 4 മക്കൾ. അത് സംജിത്ത് S പിള്ള, ശ്രീജിത്ത് S പിള്ള, പിന്നെ ശ്യാംജിത്ത് S പിള്ള, ശ്രീപാർവതി ദേവി, ഇങ്ങനൊരു പെണ്ണും. 3 ആണും 1 പെണ്ണും. ഈ സോമനാഥൻ പിള്ള ശ്രീനയുടെ അമ്മാവനാണ്, അമ്മയുടെ ആങ്ങളെ. 2014-15 തൊട്ട് ശ്രീനാദേവി ഇവരുടെ വീട്ടിലാണ് നിന്നിരുന്നത്. ഇവരുടെ വീട് പോരുവഴിയാണ്, കൊല്ലം ജില്ലയിലെ ശ്രീനാദേവിയുടെ. അവൾ ഇവിടെയാണ് നിന്നിരുന്നത്. അവിടുത്തെ ശ്രീപാർവതി S പിള്ള എന്ന് പറഞ്ഞാൽ ഈ അമ്മാവൻ്റെ മകളും കൂടി തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അവരിവിടെ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ 2019 അൽഷിമേഴ്സ് ബാധിച്ച് ഇവിടെ അമ്മാവും മരിക്കുന്നു. ഈ 3 ആൺമക്കളും വിദേശത്താണ് ഇവരുടെ. അങ്ങനെ 2020 ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പള്ളിക്കൽ ഡിവിഷനിൽ CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ആ സമയത്തേക്ക് ഈ യശോദ S പിള്ള എന്ന് പറയുന്ന അമ്മാവിയുടെ പേരിൽ ഉള്ള റേഷൻ കാർഡിൽ ഇവളെയും ചേർക്കുന്നു. അതിന് മുമ്പ് തന്നെ ഇവർക്ക് അവിടെ വോട്ടവകാശം ഉണ്ടെന്നാണ് പറയുന്നത്, വോട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അന്ന് ഇവള് അവിടെ റേഷൻ കാർഡിൽ പേര് ചേർത്ത് ഇവൾ അവിടെ മത്സരിക്കുന്നു. പള്ളിക്കൽ ഡിവിഷൻ മത്സരിക്കുമ്പോൾ ഇവള് അനധികൃത താമസക്കാരിയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഇവക്കെതിരെ പരാതി കൊടുക്കുന്നു കളക്ടർക്ക്. കളക്ടർക്ക് രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇവളുടെ സ്ഥാനാർത്ഥിത്വം ശരിവയ്ക്കുന്നു. ഇവൾ അവിടെ നിന്ന് ജയിക്കുന്നു.
അങ്ങനെ ഇരിക്കെ 2024 ഒക്ടോബർ 18 ഇവിടെ അമ്മാവി മരിച്ചു പോകുന്നു. അവർക്ക് ലിവർ സിറോസിസ്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ 3 ആൺമക്കളും അവരെ നോക്കുന്നില്ല എന്നും പറഞ്ഞ് അവരൊരു കേസ് കൊടുക്കും. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 ആൺമക്കളോടും ജീവനാംശം കൊടുക്കാൻ RDO ഉത്തരവിടുന്നു. 3000 രൂപ വീതം 3 പേരും കൂടെ ചേർന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 2024 ഇവർ മരിച്ചു പോകുന്നു. ഇതിനിടയിൽ ശ്രീനാദേവി CPIയിലെ നേതൃത്വമായിട്ട് പിണങ്ങുന്നു. CPIക്കാരാണ് പഴയ ജില്ലാ സെക്രട്ടറി AP ജയനാണ് ഇവരുടെ പേരുമൊക്കെ റേഷൻ കാർഡിൽ ചേർത്തതും ചെയ്യിപ്പിച്ചതുമല്ല. അവൾ പിണങ്ങിയിട്ട് കോൺഗ്രസിൽ മത്സരിക്കുന്നു. CPI രാജിവെച്ച് കോൺഗ്രസിൽ മത്സരിക്കുന്നു. മത്സരിച്ച് കഴിഞ്ഞതിന് ശേഷം CPIക്കാരെന്ത് ചെയ്യുന്നു, ഈ 3 ആൺമക്കളെയും സമീപിച്ച് ഇവക്കെതിരെ വ്യാജരേഖ ചമച്ച് ആ റേഷൻ കാർഡിൽ കടന്നുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുമ്പോൾ ഇവൾ എന്ത് ചെയ്യുന്നു, ഇവൾ ആ വാർഡിലെ മെമ്പർ, അതായത് ഏറത്ത് പഞ്ചായത്ത് 17-ാം വാർഡിലെ 5 വർഷം മെമ്പറായിരുന്ന ആളെയും പിന്നെ അവർ അയൽവാസികളായിട്ടുള്ള കുറേ പേരെയും കൊണ്ട് ഹിയറിങ്ങിന് പോകുന്നു നമ്മുടെ താലൂക്ക് സപ്ലൈ ഓഫീസറിന് മുമ്പിൽ. അതേസമയം തന്നെ അവർ വേറെ അയൽപക്കക്കാരായ 2 പേരെയും കൊണ്ട് വന്നിട്ട് ഇവളെ അവിടെ കണ്ടിട്ടില്ല, ഇവളെ അവിടെ താമസിക്കുന്നവളല്ല എന്നൊക്കെ പറഞ്ഞ് അവരെയും കൊണ്ടുവരുന്നു. അവസാനം ഈ ഭൂരിപക്ഷം പറഞ്ഞത് വകവയ്ക്കാതെ ഇയാള് താലൂക്ക് സപ്ലൈ ഓഫീസർ CPIക്കാർ പറഞ്ഞത് കേട്ടുകൊണ്ട് അവർ കൊണ്ടുവന്ന 2 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവളെ ആ റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ഇവള് വ്യാജരേഖ ചമച്ചാണ് അതിൽ കയറിയെന്നും പറഞ്ഞ് നീക്കം ചെയ്യുന്നു. നീക്കം ചെയ്തിട്ട് 2 മാസമായി. ഇപ്പോൾ അവരത് പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കാരണം ഇവള് CPMനും യുവമാർക്കും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും എല്ലാം എതിരെയാണല്ലോ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ. അങ്ങനെ കൊണ്ടുവന്നു. അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഈ 3 ആങ്ങളമാർക്കുള്ള ഒരു പെങ്ങളുണ്ട്, ശ്രീപാർവതി. ഇവർക്ക് 5 പേർക്കും കൂടിയാണ് ഈ 3ഉം ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഈ 4 മക്കൾ, അങ്ങനെ 6 പേർക്കായിരുന്നു ആ വീടിന്റെയും വസ്തുവിന്റെ അവകാശം. അതിൽ ഈ അമ്മയും അച്ഛനും മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ 4 പേർക്കായിട്ട് അങ്ങ് ചുരുങ്ങിയതിൽ ഈ 3 ആമക്കൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഈ 4ാമത്തെ പെങ്കൊച്ച് അവളുടെ അവകാശം ഈ വസ്തുവിലുള്ളതിന്റെ പകുതി ശ്രീനാദേവിയുടെ പേരിൽ എഴുതി വെക്കുന്നു. അങ്ങനെ ശ്രീനാദേവി ഈ വീടിന്റെ ഓണറാകുന്നു, ഇവർ താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ. പക്ഷെ ഇതിനിടയ്ക്ക് യുവന്മാർ ഈ വീട് കയ്യേറി ആ വീടിന്റെ പൂട്ടെല്ലാം പൊളിച്ച് അവിടെ പുതിയ പൂട്ട് വിട്ടൊരു 4-5 വാടകക്കാരെ കൊണ്ടങ്ങ് താമസിപ്പിക്കുക, കുറെ ആണുങ്ങളെ. അപ്പോൾ ശ്രീനാദേവിക്ക് ഓട്ടോമാറ്റിക്കലി മറ്റവൾ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ശ്രീനാദേവി ഈ വീടിന്റെ ഉടമസ്ഥയായ സ്ഥിതിക്ക് അവൾ കൊണ്ട് SP പരാതി കൊടുക്കുന്നു. അവളുടെ വീട്ടിനുള്ളിൽ അനധികൃതമായ ആൾക്കാർ പൂട്ട് പൊളിച്ച് കയറി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് പരാതി കൊടുക്കുന്നു. അപ്പോൾ ഇപ്പൊ ഈ 2 ദിവസമായിട്ട് ഈ CPM ചാനലായിട്ടുള്ള ന്യൂസ് മലയാളം റിപ്പോർട്ടറും കൂടി ഇവക്കെതിരെ വ്യാജരേഖ ചമച്ച് ഇവള് കള്ളിയാണെന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം ആരംഭിച്ചു. നോക്കണേ ഇടതുമുന്നണിയുടെ കുത്തിത്തിരിപ്പ് കലയുടെ പ്രാവീണ്യം. ശ്രീനാദേവിയുടെ അമ്മാവന്റെ വീട്ടിലായിരുന്നു ശ്രീന പഠിച്ചതും വളർന്നതും. അമ്മാവന്റെ മക്കളെ സോപ്പിട്ടെടുത്ത് CPMകാർ ശ്രീനയ്ക്കെതിരെ തിരിഞ്ഞു. ശ്രീനി ആദ്യം മത്സരിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ ഇത് ചൂണ്ടിക്കാട്ടി പരാതിപ്പെട്ടെങ്കിലും അത് അന്ന് തന്നെ കളക്ടർ തള്ളിക്കളഞ്ഞതാണ്. അതേ പരാതിയാണ് ഇപ്പോൾ CPI ഭരിക്കുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നിയമവിരുദ്ധമായി എടുത്ത് റേഷൻ കാർഡ് റദ്ദ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ശ്രീനാദേവി കൊടുത്ത പണി അതിനേക്കാൾ കടന്നതായിരുന്നു. ശ്രീനാദേവിയുടെ അമ്മാവൻ്റെ 3 ആൺമക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ഈ നാടകത്തെ ശ്രീനാദേവി പൊളിച്ചത് അമ്മാവൻ്റെ ഒരു മകളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു. ശ്രീനാദേവിയുടെ അന്തരിച്ച അമ്മാവനും അമ്മായിക്കും ശ്രീനിയോടുള്ള ഇഷ്ടം ഒരുപക്ഷെ ആ വീട്ടിലെ ആൺതരികൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അവർ തന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ അമ്മ മുമ്പ് പരാതി പോലും കൊടുത്തതാണ്. എന്നാൽ ശ്രീപാർവതി എന്ന ഈ പരാതിക്കാരുടെ സഹോദരി, അതായത് ശ്രീനാദേവിയുടെ അമ്മാവൻ്റെ മകൾ ശ്രീനിക്കൊപ്പം നിൽക്കുകയും അവർക്ക് കിട്ടിയിരിക്കുന്ന സ്വത്തിൻ്റെ പാതി ശ്രീനിയുടെ പേരിൽ എഴുതി വയ്ക്കുകയും ചെയ്തതോടെ ഇവരുടെ എല്ലാ കുത്തിത്തിരിപ്പും ചീറ്റിപ്പോയി. എന്ന് വെച്ചാൽ ശ്രീനിയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി ഇടതു നേതാക്കൾക്കൊപ്പം കുത്തിത്തിരിപ്പിനിറങ്ങിയ ശ്രീനയുടെ അമ്മാവൻ്റെ മക്കൾക്ക് കിട്ടിയ പണി അവർക്ക് താമസിക്കാൻ അർഹതയുള്ള വീട്ടിൽ ഉടമസ്ഥാവകാശത്തോടു കൂടി താമസിക്കാൻ ശ്രീനയ്ക്കും അവകാശം കിട്ടിയെന്നതാണ്. എന്ന് വെച്ചാൽ ശ്രീനയെ അയോഗ്യനാക്കാൻ ഇറങ്ങിയവർ ഇനി ശ്രീനയെ വീട്ടിൽ താമസിപ്പിക്കേണ്ടി വരും. ഇത് മാത്രമല്ല, ശ്രീനയുടെ നിയമപരമായ വോട്ടവകാശം ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തിയതിന് സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുട്ടട വാർഡിൽ മത്സരിക്കാനിറങ്ങിയ വൈഷ്ണ സുരേഷിനോട് അവിടുത്തെ സഖാക്കൾ ചെയ്ത അതേ ദ്രോഹമാണ് ശ്രീനാദേവിയോട് അവർ ഇപ്പോൾ ചെയ്തത്. ആ ഗൂഢാലോചന വൈഷ്ണയ്ക്ക് ഗുണമായതുപോലെ തന്നെ ഈ ഗൂഢാലോചന ശ്രീനാദേവിക്കും ഗുണമാകുന്നു.
അല്ലെങ്കിൽ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സ്വഭാവമാണ് ശ്രീനാദേവിക്ക് ഇപ്പോഴുള്ളത്. മറുനാടൻ്റെ ഒരു അഭിമുഖത്തിലൂടെയാണ് ശ്രീനാദേവിയുടെ അറിവും വിവരവും കേരളീയ സമൂഹം വ്യക്തമായി അറിയുന്നത്. പിന്നീട് ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യമാവുകയും ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടിയും നൽകി ശ്രീനാദേവി കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ നേടുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ തന്നെ വിമർശിക്കുന്നവർക്ക് ശ്രീനാദേവി കൊടുക്കുന്ന മറുപടിയും വിമർശകരുടെ വായടപ്പിക്കുന്നതിന് തുല്യമാണ്. അടൂരിൽ ഇടത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അന്തരിച്ചുപോയ യൂത്ത് കോൺഗ്രസ് നേതാവ് കണ്ണന്റെ പേര് മോഷ്ടിച്ചെടുക്കാൻ നടത്തിയ ഒരു വനിതാ നേതാവിനെ വിമർശിച്ചുകൊണ്ട് ശ്രീനാദേവി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു സഖാവ് ആശംസ് കരീപ്ര ശ്രീനാദേവിയോട് ചോദിച്ചു, നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണോ അമ്മയുടെ പേരായ കുഞ്ഞമ്മ പേരിനൊപ്പം ചേർത്തിരിക്കുന്നതെന്ന്. ശ്രീന അതിന് മറുപടി പറഞ്ഞത്, പഞ്ചായത്തിലുള്ള മുഴുവൻ പേരും നിന്റെ അച്ഛനാണെന്നുള്ള ഉറപ്പുകൊണ്ടാണോ കരീപ്ര എന്ന പേര് തന്നെ ഇട്ടിരിക്കുന്നത് എന്നാണ്. ഇങ്ങനെ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാനുള്ള കഴിവാണ് ശ്രീനാദേവിക്ക് കൂടുതൽ ജനപ്രീതി നൽകുന്നത്. മാത്രമല്ല, ചാനൽ ചർച്ചകളിൽ ചോദ്യകർത്താക്കൾക്ക് മുമ്പിൽ അല്പം പോലും കണ്ഠമിടറാതെ വ്യക്തതയോടുകൂടി ശ്രീനാദേവി പറയുന്ന മറുപടി എല്ലാവരും സ്വീകരിക്കുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അഗാധമായ അറിവുള്ളതുകൊണ്ട് ഡോക്ടറേറ്റ് നേടിയ ചിന്താ ജെറോമും മന്ത്രി ബിന്ദുവുമൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് തലതല്ലി ചിരിച്ചിട്ടുള്ള മനുഷ്യർ, എ റഹീമിൻ്റെ ഇംഗ്ലീഷിനെ കുറിച്ച് നിരന്തരം പരിഹസിക്കേണ്ടി വരുന്ന സമൂഹം ശ്രീനാദേവി കഴിഞ്ഞ ദിവസം NDTV ചാനൽ ചർച്ചയിൽ ശബരിമല വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ട് വാ പൊളിച്ചു പോയിരുന്നു. എല്ലാ അർത്ഥത്തിലും ശ്രീന സോഷ്യൽ മീഡിയയിൽ താരമായി വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീനയെ അയോഗ്യയാക്കാനുള്ള നീക്കവുമായി ഇടത് പ്രവർത്തകർ കുത്തിത്തിരിപ്പുമായി എത്തിയത്. അതും അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടുക്കി അവരെ മലർത്തിയടിച്ചിരിക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന വനിതാ നേതാവ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീനാദേവിയെ എവിടെ നിർത്തിയാലും ജയിക്കുമെന്നും ശ്രീനയെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെടുന്ന നിഷ്പക്ഷരുടെ എണ്ണം കൂടി വരുന്നു.